ഹലോ മക്കളെ, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ 8 CBSE ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ എൻ്റെ മക്കളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ 9 CBSEയിലേക്ക് എത്തി നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുമ്പോൾ മക്കൾക്കറിയാം, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 9 CBSEയിൽ ഇപ്പോൾ എന്താണ് ഇത്ര സ്പെഷ്യലായിട്ട്, നമുക്ക് ബോർഡ് എക്സാം ഒന്നും ഇല്ലല്ലോ, അപ്പോൾ 8 CBSE പോലെ തന്നെ അല്ലേ 9നെയും നമ്മൾ കൺസിഡർ ചെയ്താൽ പോരെ എന്നൊക്കെ അല്ലേ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 9 CBSE എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 8th, 9th, 10th ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 9th നമുക്ക് ബോർഡ് എക്സാം ഇല്ലെങ്കിൽ പോലും ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണ് നമ്മുടെ ക്ലാസ് 10 CBSEയിൽ അല്ലേ. അപ്പോൾ ക്ലാസ് 10 CBSEയിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളുടെ ഏറ്റവും അല്ലേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് 9 CBSEന് പറയാൻ പറ്റും. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു വർഷം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പുതിയ സിലബസ് ആണ് നമ്മളിതാ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ സിലബസ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഓൾറെഡി ഇതാ കുഞ്ഞു വീഡിയോസിലായിട്ട് നമ്മളെല്ലാവരും ഇതാ ഓരോ സബ്ജക്റ്റിനും പറ്റിയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം കാര്യങ്ങൾ ഇതാ ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ 8 CBSE ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 8 CBSEയിൽ തന്നെ നമ്മുടെ ഓൾഡ് സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ന്യൂ സിലബസ് പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ 9 CBSEയിലുള്ള ഓരോ ടോപ്പിക്കിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്ത് ആയിട്ടാണ് ഇതാ ഈ ഒരു 9th നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങി, അതായത് പുതിയ കുറേ കോൺസെപ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ വളരെ ആഴത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അതിവിടെ പഠിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, നിങ്ങൾ ആലോചിക്കും, ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു എക്സാമിന് മാർക്ക് കുറയുന്നല്ലേ ഉള്ളൂ, അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ. അങ്ങനെയല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല നമ്മൾ ക്ലാസ് 9 CBSEനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണക്കാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് 10 CBSEയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കറിയാം CBSE ഓരോ ഇയറിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 10th നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതാ പുതിയ സിലബസ് അനുസരിച്ച് കവർ ചെയ്യാനുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്ത്, ചുമ്മാ കവർ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് കോൺസെപ്റ്റുകളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 8 CBSEയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമുക്കറിയാം, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തുണ്ടായിരുന്നില്ല, ഒരു പാറ്റേൺ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒന്നും നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 9 CBSE ഈവൻ സ്കൂളുകളിൽ നടക്കുന്ന എക്സാം ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ക്ലാസ് 10 CBSEയുടെ ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണോ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 9th പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. നമുക്കറിയാം ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് അവിടെ MCQs ഉണ്ട്, അസേർഷൻ റീസൺ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എത്രത്തോളം അല്ലേ ഡിഫിക്കൽട്ടി ആണ് അതിനകത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഇതൊക്കെ എന്താണ് നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ളൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 CBSE നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഏത് സ്കൂളിൽ പഠിക്കുന്ന മക്കളായിക്കോട്ടെ, നിങ്ങൾ അവിടെയുള്ള എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 9 CBSEയുടെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ആ നെക്സ്റ്റ് ഇയറിലെ, അതായത് നമ്മുടെ 10th ക്ലാസ്സുകളൊക്കെ തുടങ്ങാനായിട്ട്. അടുത്ത ആനുവൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി കഴിയും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 10th ക്ലാസ്സുകളൊക്കെ കുറച്ച് നേരത്തെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ടൈം അവിടെ കുറയാണ് അല്ലേ. സിലബസ് വളരെ വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ കുറേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതും എക്സാക്റ്റ് നമ്മുടെ 10th നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അല്ലേ. 10th ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ആറ്റംസും മോളിക്യൂൾസും അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ ഉണ്ട്, വാലൻസി എന്നൊക്കെ പറയുന്ന കുറേ പുതിയ കോൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇതിപ്പോൾ കെമിസ്ട്രിയുടെ കാര്യമാണ്, ഇതേപോലെ തന്നെയാണ് വേറെ ഏത് സബ്ജക്റ്റും അല്ലേ. മാത്സ് ഒക്കെ നിങ്ങൾക്കറിയാം എന്തോരം ടഫായിരിക്കും ഓരോരുത്തർക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈസി ആക്കാൻ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങണം, അതും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയൊക്കെ.
അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നാണ് നിങ്ങളത് കേട്ടതെങ്കിൽ അതിനകത്ത് നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ എവിടെയുണ്ട് ഈ ഒരു വർഷം നമുക്കുണ്ട്. അതായത് നിഞ്ച ബാച്ചിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത പ്ലാനുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 3 രീതിയിലാണ് നമ്മുടെ ബാച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് നമ്മുടെ ബേസ് പ്ലാൻ ആണ്, മറ്റൊന്ന് നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ ആണ്, അടുത്തത് ഇൻഫിനിറ്റി പ്രോ. ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും എന്തുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും DPPs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ പേൾ വീഡിയോസ്, പ്രീമിയം ഫീച്ചറാണ് നമ്മുടെ പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈലത്തിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാ ലേൺ ആൻഡ് മൈൻഡ് മാപ്പ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇൻസ്റ്റാ ലേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിനെ നമ്മളിതാ എന്ത് ചെയ്യുകയാണ്, വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരൊറ്റ ഷീറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്ററും അതിൻ്റെ കോൺസെപ്റ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽസും അതുപോലെ തന്നെ വരാൻ പോകുന്ന നമ്മുടെ എൻ ഗെയിം ബാച്ചുകളുണ്ട്, അതായത് എൻ ഗെയിം റിവിഷൻ ബാച്ച് എന്ന് നമ്മൾ പറയും, അപ്കമിങ് ബാച്ചസ് അല്ലേ. ഇതിലേക്കൊക്കെയുള്ള ആക്സസും ഒക്കെ കിട്ടുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്താണ്. ഇനി ഈ ഇൻഫിനിറ്റി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ ആളുകളൊക്കെ പഠിച്ചു വരുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം പുതിയ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 9th സ്റ്റാൻഡേർഡിൻ്റെ കൂടെ തന്നെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പറ്റി നിങ്ങൾക്കറിയാലോ, അതിലും കൂടെ ആക്സസ് കിട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന പ്ലാനാണ്. ഇനി ഇതൊന്നും അല്ല, നമുക്ക് നോർമലി ഈ പറഞ്ഞ ഇൻസ്റ്റാ ലേണും മൈൻഡ് മാപ്പും ആവശ്യമില്ല, ഫാൽക്കൺ ആവശ്യമില്ല, അതുപോലെ തന്നെ എൻ ഗെയിം ബാച്ചിലേക്ക് നമുക്ക് എന്ത് വേണ്ട, ഈ പറയുന്ന പോലെ ആക്സസ് കിട്ടേണ്ട ആവശ്യമില്ല, പേൾ വീഡിയോസിനും നമുക്ക് ആക്സസ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട നമുക്ക് അവിടെ ബേസ് പ്ലാൻ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് ഏതാണ്, നിങ്ങളുടെ പാരൻസുമായിട്ടൊക്കെ ഈ കാര്യം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന ഹയർ ക്ലാസ്സസിലേക്കൊക്കെയുള്ള ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ നിഞ്ച ബാച്ചിൽ കാണാം. ബൈ.